ആമേൻ. പുറപ്പാട് പുസ്തകം എല്ലാവരും എടുത്താട്ടെ. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം തൊട്ട് വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകം 23-ന്റെ 20 തൊട്ട് താഴേക്കുള്ള വാക്യങ്ങൾ. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. നീ അവനെ ശ്രദ്ധിച്ച് അവന്റെ വാക്ക് കേൾക്കണം. അവനോട് വിഘടിക്കരുത്. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കയില്ല. എന്റെ നാമം അവനിൽ ഉണ്ട്. എന്നാൽ നീ അവന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും ചെയ്താൽ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും. നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും. എന്റെ ദൂതൻ നിനക്ക് മുമ്പായി നടന്നു നിന്നെ അമോര്യർ, ഹിത്യർ, ഫെരിസിയർ, കനാന്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക് കൊണ്ടുപോകും. ഞാൻ അവരെ നിർമൂലമാക്കും. അവരുടെ ദേവന്മാരെ നമസ്കരിക്കരുത്. അവയെ സേവിക്കരുത്. അവരുടെ പ്രവൃത്തികൾ പോലെ പ്രവർത്തിക്കരുത്. അവരെ അശേഷം നശിപ്പിച്ചു അവരുടെ വിഗ്രഹങ്ങളെ തകർത്തു കളയണം. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ സേവിപ്പീൻ. എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിങ്ങളുടെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. ഗർഭം അലസുന്നവളും മച്ചിയും നിന്റെ ദേശത്തുണ്ടാകയില്ല. നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. എന്റെ ഭീതിയെ ഞാൻ നിന്റെ മുമ്പിൽ അയച്ചു. നീ ചെല്ലുന്നിടത്തുള്ള ജാതികളൊക്കെയും അമ്പരപ്പിക്കുകയും നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഓടിക്കുകയും ചെയ്യും. നിന്റെ മുമ്പിൽ നിന്ന് ഹിവ്യനെയും കനാന്യനെയും ഹിദ്യനെയും ഓടിച്ചു കളവാൻ ഞാൻ നിനക്ക് മുമ്പായി കടുന്നലിനെ അയക്കും. ദേശം ശൂന്യമാകാതെയും കാട്ടുമൃഗം നിനക്ക് ബാധയായി പെരുകാതെയും ഇരിപ്പാൻ ഞാൻ അവരെ ഒരു സംവത്സരത്തിനകത്ത് നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയുകയില്ല. മതി. സ്തോത്രം. ഇത് ഒരു ബ്ലെസ്സിങ്ങിന്റെ അധ്യായമാണ്. അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് പുറപ്പാട് പുസ്തകം. ഇതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകിയ ദൂത് മാത്രം പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ടുകൊണ്ടിരുന്ന ദൈവശബ്ദമാണ് നിനക്ക് മുമ്പായി തൻ്റെ ദൂതന്മാരെ അയക്കാമെന്നുള്ള ദൂത്. സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി ദൂതനെ അയച്ചു വഴി തുറക്കും. സ്തോത്രം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൂതനെ അയച്ചു വഴി തുറക്കുന്നൊരു ദൈവമുണ്ട്. സ്തോത്ര. ഇന്ന് പകൽക്കാലം ഞാൻ അഭിഷേകത്തോടെ പറയാം, ദൂതനെ അയക്കും. സ്തോത്ര. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ വിഷയത്തിൻ്റെ അകത്ത് എക്സ്ക്യൂസ് പറയാനോ നിങ്ങൾക്ക് ജാമ്യം നിൽക്കാനോ ആരും കാണത്തില്ല. പക്ഷെ ദൂതനെ അയക്കുക. ഇന്ന് പകൽ ആത്മാവ് ശക്തിയോടെ പറയുന്നു, എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി ഞാൻ അയക്കും. അവൻ നിനക്ക് വഴിയൊരുക്കും. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മുടെ സഭയ്ക്കകത്ത് ഫാസ്റ്റിംഗ് പ്രയറിന് കടന്നു വന്ന ഒരു പയ്യൻ ഇവിടുന്ന് അടുത്തെങ്ങണ്ടെന്നായിരുന്നു ആ പയ്യൻ വന്നത്. അവന് ന്യൂസിലാൻഡിൽ പോകാൻ വേണ്ടി 6 മാസമായി പൈസ എല്ലാം കൊടുത്ത് ഇങ്ങനെ ഒരു ചലനവും ഇല്ലാതിരിക്കുകയായിരുന്നു. പക്ഷേ ദൈവം അവന് വേണ്ടി അത്ഭുതം ചെയ്തു. ഇന്നലെ അവരുടെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു അവൻ ന്യൂസിലാൻഡിൽ ചെന്നു. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാ. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ദൂത് പറയാനേ നമുക്ക് കഴിയത്തുള്ളൂ. അയക്കുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം പറഞ്ഞേ. ഞാൻ അഭിഷേകത്തോടെ പറയാം, ദൂത് പറയുന്നത് ദൂതനുള്ളത് കൊണ്ടാണ്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി തൻ്റെ ദൂതനെ അയക്കും. ദൂതൻ വെറുതെ അല്ല വരുന്നത്, അവൻ ദൂതമായിട്ടാണ് വരുന്നത്. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി അവൻ്റെ ദൂതിനെ കൈമാറുവാൻ ആത്മാവ് ശക്തിയോടെ തൻ്റെ ദൂതനെ അയക്കുകയാണ്. ഹല്ലേലൂയ.
യഹോവയായ ദൈവം തന്നെ ഇസ്രായേൽ ജനത്തിന് കൽപ്പനകൾ കൊടുത്ത് അവർ പുറപ്പെടുകയാണ്. അവർ മിസ്രൈമിൽ നിന്ന് വാഗ്ദത്ത കനാനിലേക്ക് പുറപ്പെടുമ്പോൾ അവർ കേട്ടൊരു ദൈവശബ്ദമാണ് നാം വായിച്ചത്. സ്തോത്രം. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. എൻ്റെ മുമ്പിൽ പ്രതിസന്ധിയല്ല ഉള്ളത്, എൻ്റെ മുമ്പിൽ ദൂതനാണ് ഉള്ളത്. ഹല്ലേലൂയ. എൻ്റെ മുമ്പിൽ നിരാശയും സങ്കടവും അല്ല ഉള്ളത്, എൻ്റെ മുമ്പിൽ ദൂതനാണ് ഉള്ളത്. എൻ്റെ മുമ്പിൽ ദൂതൻ എനിക്ക് വേണ്ടി വഴി തുറക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കാലം ചേർത്തടിച്ചുകൊണ്ട് അഭിഷേകത്തോടെ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞ്, എൻ്റെ മുമ്പിൽ പ്രതിസന്ധികളല്ല, എൻ്റെ മുമ്പിൽ തകർച്ചകളല്ല, എൻ്റെ മുമ്പിൽ പ്രതിബന്ധങ്ങളല്ല, എൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ദൂതനുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. വിശ്വസിക്കുന്നവരെ പറഞ്ഞാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പ്രതികൂലങ്ങളല്ല നിങ്ങളുടെ മുമ്പിൽ കാണേണ്ടത്. സ്തോത്രം പറഞ്ഞേ. രാവിലെ ഞാൻ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ്, വർഷിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനിങ്ങനെ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. എരിഹോ മതിൽ അവർക്ക് പ്രതിസന്ധിയായിട്ട് നിൽക്കുകയായിരുന്നു, അല്ലേ? പ്രതിസന്ധിയായിട്ട്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, എന്തെങ്കിലും വിഷയം നിങ്ങൾക്ക് മീതെ നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വാഗ്ദത്തങ്ങൾ കാണാൻ കഴിയാതെ അടച്ചു പൂട്ടി വെച്ച് നിൽപ്പുണ്ടോ, ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, അത് തകരണമെങ്കിൽ നീ സ്തുതിച്ചാൽ മതി. ഹല്ലേലൂയ. ചില വഴികളൊക്കെ തുറക്കണോ, നീ സ്തുതിക്ക്. ചില പാതകൾ ഒരുങ്ങണമോ, നീ സ്തുതിക്ക്. ചില വാഗ്ദത്തങ്ങൾ നിറവേറണമോ, നീ സ്തുതിക്കാൻ തയ്യാറാകുക. ഇന്ന് പകൽക്കാലം നീ അഭിഷേകത്തോടെ അതരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒരത്ഭുതം ദൈവാത്മാവ് ചെയ്യുകയാ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരാമൻ പറഞ്ഞേ. 2024 ഞാൻ പറയാ, ചിലരുടെ മുമ്പിൽ ദൂതൻ നടക്കുന്നത് കാണും. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ മുമ്പിൽ ദൂതനുണ്ട്? സ്തോത്രം. അതുകൊണ്ട് ദൂതൻ പ്രതികൂലത്തെ മാറ്റും. സ്തോത്രം. അപ്പോൾ എരിഹോ മതില് അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. എരിഹോ മതില് അത് കോട്ട മതിലായിരുന്നു, ഒരു പട്ടണം മുഴുവനും ചുറ്റിയിരിക്കുന്ന വലിയ മതിലായിരുന്നു. പക്ഷേ ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ജോഷുവയുടെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ മഹാപുരോഹിതന്മാരെ, ശാസ്ത്രിമാരാകട്ടെ, ഇസ്രായേൽ ജനം മുഴുവന് പ്രഭാതത്തിൽ അതിന് ചുറ്റിനും അതിനെ വലം വെക്കുവാൻ തയ്യാറായി. സ്തോത്രം. അവർ 7 ദിവസം ദിനം പ്രതി അതിനെ വലം വെച്ചു. സ്തോത്രം. 7-ാം ദിവസം അവർ കാഹളമൂതി. സ്തോത്രം. കാഹളമൂതിയപ്പോൾ എന്ത് പറ്റി? സ്തോത്രം. ആ കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന മാത്രയിൽ തന്നെ എരിഹോ മതിൽ ഉടഞ്ഞ് താഴേക്ക് നിലം പതിക്കുവാൻ ഇടയായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ അഭിഷേകത്തോടെ പറയാ, നിന്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന, നിന്റെ അന്തരത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വാക്കില് അത് ചില പ്രതികൂലങ്ങള്, ചില പ്രതിസന്ധികള്, ചില പ്രതിബന്ധങ്ങളെ തകർത്ത് മാറ്റുകയാ. ഇന്ന് പകൽക്കാലം ഞാൻ ഇത് പറയുമ്പോൾ തന്നെ ചില എരിഹോ മതിൽ പോലെ നിൽക്കുന്ന വിഷയങ്ങൾ ചില കുടുംബങ്ങളുടെ മുമ്പിൽ നിന്ന് ഇന്ന് പകൽക്കാലം തകർന്ന് വീഴുകയാ. യേശുവിൻ്റെ നാമത്തിൽ അത് തകരുകയാണല്ലോ. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കാര്യം ഉയർത്തി പറഞ്ഞേ, പ്രതികൂലം തകരുമെന്ന് പറ. പ്രതികൂലം തകരും. നിങ്ങൾ വാ തുറന്ന് പറയണം, പ്രതികൂലം തകരും. സ്തോത്രം. ഹല്ലേലൂയ. പ്രതികൂലം തകരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അനുകൂലമായി ഒരുവൻ ഉള്ളത് കൊണ്ടാ. സ്തോത്രം. പ്രതികൂലം തകരാൻ കാര്യം അനുകൂലമായി ഒരുവനുണ്ട്. സ്തോത്രം. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് അനുകൂലമായി ഒരുവനുണ്ടെങ്കിൽ പ്രതികൂലം എന്നെ തൊടത്തില്ല? സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് പ്രതികൂലങ്ങളെ കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടോ? പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ കണ്ടിട്ട് വിഷമിച്ചു പോയിട്ടുണ്ടോ? നിങ്ങൾക്കൊരു ദൂതുണ്ട്. നിങ്ങളുടെ പ്രതികൂലത്തെ നിങ്ങൾ നേരിടണ്ട, ദൂതൻ നേരിട്ടിരിക്കും. ഹല്ലേലൂയ. ദൈവം പറയുക, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിന് എന്ന് പറഞ്ഞാൽ നീ തന്നെ പോകുമല്ല, നിന്റെ കരം പിടിച്ച് കൊണ്ടുപോകാൻ ദൈവം ദൂതനെ ആക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ചിലരെ കൈക്ക് കർത്താവ് പിടിച്ചു നടത്താൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന്, ഒന്ന് നിനക്ക് വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാകേണ്ടതിന് സ്തോത്രം ദൂതൻ നിനക്കുണ്ട്. സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകൽക്കാലം ഞാൻ അഭിഷേകത്തോടെ പറയാം, ഹെവൻലി പ്രൊട്ടക്ഷൻ ചില കുടുംബത്തിൻ്റെ അകത്ത് വെളിപ്പെടാൻ പോകുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അഭിഷേകത്തോടെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചില പ്രൊട്ടക്ഷനുകൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകാൻ പോകുക. നിന്നെ തകർക്കുമെന്നും നിന്റെ കുടുംബത്തെ തകർക്കുമെന്നും നിന്റെ തലമുറയെ തകർത്ത് കളയുമെന്ന് നിന്റെ വാഗ്ദത്തങ്ങളെയൊക്കെ ഇല്ലായ്മ
ചെയ്യുമെന്ന് പറഞ്ഞ് വാദിക്കുന്ന ചില പോരുകളെ ഇന്ന് പകൽ ആത്മാവ് അഴിക്കുകയാണ്. ഒരു ദൈവശക്തി ചലിക്കുക. ഒരാമൻ പറഞ്ഞേ, ഇന്ന് പകൽ വലിയ വിടുതലുകൾ ദൈവാത്മാവ് ചെയ്യാൻ പോകുക. ഞാൻ ആത്മാവിൽ കാണുന്നു 2024 നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങളുടെ സ്ഥിതിയെ ദൈവം മാറ്റാൻ പോകുക. സ്തോത്രം. എല്ലാം സ്റ്റക്കായി നിൽക്കുകയല്ലേ, ഒരു മാറ്റമില്ലല്ലോ. പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും ഒന്നും മാറ്റമില്ലല്ലോ. ഇന്ന് പകൽ ആത്മാവ് പറയുക, നിങ്ങൾ വിശ്വസിച്ചോ, ദൂതനിറങ്ങി ചിലത് തുറക്കാൻ പോകുക. ഞാനിത് പറയുമ്പോൾ തന്നെ രാജ്യങ്ങളിൽ ദൈവാത്മാവ് ചിലത് തുറക്കാൻ പോകുക. പട്ടണങ്ങളിൽ ദൈവാത്മാവ് ചിലതിനെ തുറക്കാൻ പോകുക. വാഗ്ദത്തങ്ങളെ ഇന്ന് പകൽക്കാലം ആത്മാവ് തുറക്കുന്നല്ലോ. ഹല്ലേലൂയ. ഒരാമേൻ പറഞ്ഞേ സ്തോത്രം. ഹല്ലേലൂയ. ചില വാഗ്ദത്തങ്ങളെയൊക്കെ ദൈവാത്മാവ് തുറക്കുക കേട്ടോ. സ്തോത്രം. എന്നോട് ദൈവാത്മാവ് പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്, നിനക്ക് പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ടാകും. സ്തോത്രം പറഞ്ഞേ. എവിടെ ചെന്നാലും നിനക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ അഭിഷേകത്തോട് പറയാം, നീ ഏത് രാജ്യത്ത് പോയാലും അവിടെ പ്രത്യേക പ്രൊട്ടക്ഷനുകൾ നിനക്കുണ്ടാകും. സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകൽ ആത്മാവ് ആരോടൊക്കെയോ പറയുന്നു, പ്രത്യേക പ്രൊട്ടക്ഷനുകൾ ദൈവാത്മാവ് വെളിപ്പെടുത്താൻ പോകുക. ഹല്ലേലൂയ. അവിടെ ഒരു പോലീസ് മേധാവിയുടെ പ്രൊട്ടക്ഷൻ അല്ല, സെക്യൂരിറ്റി ഗാർഡിൻ്റെ പ്രൊട്ടക്ഷൻ അല്ല, ബോഡി ഗാർഡന്മാരുടെ പ്രൊട്ടക്ഷൻ അല്ല, സ്വർഗീയ സൈന്യത്തിൻ്റെ പ്രൊട്ടക്ഷൻ നിനക്ക് വേണ്ടി ദൈവാത്മാവ് വെളിപ്പെടുത്താൻ പോകുക. ഇന്ന് പകൽ ഞാൻ ഇത് പറയുമ്പോൾ സ്വർഗീയ ദൂതന്മാർ ഇറങ്ങി നിന്നെ വിടുവിക്കുന്ന ഒരു കാവൽ ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞേ. ആമേ. ഒരു ഹെവൻലി പ്രൊട്ടക്ഷൻ ദൈവാത്മാവ് കൈമാറുന്നു. ഒന്ന് വിശ്വസിച്ചവരാകുന്ന ആമേ പറഞ്ഞാട്ടെ. ഹെവൻലി പ്രൊട്ടക്ഷൻ വെളിപ്പെടുക. രണ്ടാമത്തെ കാര്യം പറയുന്നു, ആമേ, ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക്. കണ്ടോ, ആമേ, ദൈവം നമ്മെ നിയമിച്ചാക്കിയ സ്ഥലമുണ്ട്, അവിടേക്ക് ദൂതൻ നമ്മെ കൊണ്ടുപോകും. സ്തോത്രം. ആമേ. വാഗ്ദത്തം പറഞ്ഞ് വാഗ്ദത്തം ചൊല്ലി അയച്ച ചില പ്ലേസുകളിലേക്ക് ദൈവാത്മാവ് നമ്മെ ഷിഫ്റ്റ് ചെയ്യാൻ പോകുക. സ്തോത്രം. ഇന്ന് മകൻ ഞാൻ അഭിഷേകത്തോടെ പറയാം, ഈ ആലയത്തിൽ നിന്ന് ദൈവം നമ്മെ ഷിഫ്റ്റ് ചെയ്യാൻ പോകുക. ആമേ. ഈ പട്ടണത്തിൽ നിന്ന് ദൈവാത്മാവ് നമ്മെ ഷിഫ്റ്റ് ചെയ്യാൻ പോകുക. ആമേ. വലിയ ആമേ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവാത്മാവ് ഈ ആലയത്തിൻ്റെ അകത്ത് ചിലരെ ഷിഫ്റ്റ് ചെയ്യാൻ പോകുക. ആമേൻ പറഞ്ഞേ. സ്തോത്രം. എത്ര പേരെ വിശ്വസിക്കുന്നു? ആമേൻ പറയുന്നു. ദൈവം നമ്മെ ഷിഫ്റ്റ് ആക്കാൻ പോകുക, മറ്റൊരു മേഖലയിൽ കൊണ്ടാക്കാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത കാര്യം ഇങ്ങനെ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അതിൻ്റെ 20-ാം വാക്യത്തിൽ പറഞ്ഞു, ആമേൻ, സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിന് ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. സ്തോത്രം പറഞ്ഞേ. എൻ്റെ മുമ്പിൽ ആമേൻ ദൂതനുണ്ട്. സ്തോത്രം പറഞ്ഞേ. ദൂതനുള്ളത് കൊണ്ട് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നാം എന്താ ചെയ്യണം? ഭയപ്പെടേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. ഈ ബിലെയാമും ബാലാക്കിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. ഈ ബിലെയാം കഴുതപ്പുറത്ത് യാത്ര ചെയ്യുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വേണ്ടിയാണ് പുറപ്പെടുന്നത്. സ്തോത്രം. ബിലെയാം ബാരാക്കിൻ്റെ അടുക്കലേക്ക് പുറപ്പെടുമ്പോൾ കഴുതപ്പുറത്ത് താൻ ഉറങ്ങുകയാണ്. കഴുത ചില നിമിഷങ്ങൾ ചെല്ലുമ്പോൾ സ്തോത്രം നിൽക്കുകയാണ്. കഴുത നിൽക്കുന്നു. കഴുതയുടെ പുറത്തിരിക്കുന്നവർ പ്രവാചകൻ കഴുതയെ ഉപദ്രവിക്കുന്നു. കഴുതയെ ഉപദ്രവിക്കുമ്പോൾ കഴുത നിൽക്കുകയാണ്. വേറെ വഴിയെ മാറിപ്പോകുകയാണ്. അങ്ങനെ 3 പ്രാവശ്യം മാറിപ്പോകുന്നു. മാറിപ്പോകുന്ന പ്രതിസന്ധി എന്തെന്ന് പ്രവാചകന് മനസ്സിലാകാത്ത വരുമ്പോൾ, കഴുതയെ ഉപദ്രവിക്കുമ്പോൾ കഴുത നാവ് തുറന്ന് സംസാരിക്കുകയാണ്. മിണ്ടാത്ത ഉരിയാട കഴുത നാവ് തുറന്ന് സംസാരിക്കുമ്പോൾ പ്രവാചകന്റെ കണ്ണ് തുറക്കുകയാണ്. എന്താ കാര്യം? മുമ്പിൽ ദൂതൻ നിൽക്കുന്നു. സ്തോത്രം. പ്രതികൂലത്തിൻ്റെ അകത്തേക്കും പ്രതിസന്ധികൾക്കകത്തേക്കും പോകാതിരിക്കേണ്ടതിന്, തകർച്ചയ്ക്കകത്തും ദൈവജനത്തെ ശപിക്കാതിരിക്കേണ്ടതിന് ദൂതനിറങ്ങി ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്നത് കഴുത കണ്ടു. സ്തോത്രം. പ്രവാചകൻ കണ്ടില്ല, കഴുത കണ്ടു. സ്തോത്രം. അർത്ഥം ഇത്രയേ ഉള്ളൂ. വെളിപ്പാടില്ലാത്ത പ്രവാചകന്, കാഴ്ചപ്പാടില്ലാത്ത പ്രവാചകന് ദൈവത്തിൻ്റെ ദൂതൻ മുമ്പിലുള്ളത് കാണാൻ പറ്റിയില്ല. എന്നാൽ കാഴ്ചപ്പാടുള്ള കഴുതയ്ക്ക് ദൈവത്തിൻ്റെ ദൂതനെ കാണാൻ പറ്റി. അർത്ഥം ഇത്രയേ ഉള്ളൂ. കാഴ്ചപ്പാടുണ്ടോ? നീ ദൂതനെ കണ്ടിരിക്കും. ഇന്ന് പകൽക്കാലം ദൂതൻ ഇല്ലെന്ന് പറഞ്ഞു വിടാതെ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് ആത്മാവിൽ നീ സ്തോത്രം ചെയ്യുന്നെങ്കിൽ നിന്റെ മുമ്പിൽ ദൂതൻ ഇറങ്ങും.
സ്തോത്രം പറഞ്ഞേ. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വിഷയത്തിൻ്റെ അകത്ത് ദൂതൻ ഇറങ്ങും. ഞാൻ അത്ര ഉറപ്പ് പറയുക, എനിക്ക് നന്നായിട്ടറിയാം. ഈ ആരാധന കഴിയുമ്പോൾ ചിലർ പറയും, ആമേ പാസ്റ്ററെ ഞങ്ങളുടെ വീട്ടിൽ ദൂതൻ വന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ അഭിഷേകത്തോട് പറയാം, ദൂതൻ വരുന്നതും ദൂതൻ വന്നിരിക്കുന്നതുമായ വ്യക്തമായിട്ടുള്ള തെളിവുകൾ നിങ്ങൾക്കുണ്ടായിരിക്കും. സ്തോത്രം. ഇന്ന് പകൽ ഞാൻ അഭിഷേകത്തോടെ പറയാം, ദൂതൻ ഇറങ്ങി എന്നുള്ളതിൻ്റെ തെളിവ് നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്ത് വലിയ സൗഖ്യങ്ങൾ നടക്കും. നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്ത് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് തന്നെ ഒരു വലിയ സൗഖ്യത്തെ ദൈവാത്മാവ് കൈമാറ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കണ്ടോ, ആ ദൂതനെ അയക്കുന്നു. നീ അവനെ ശ്രദ്ധിക്കണം. സ്തോത്രം പറയേ. നീ അവനെ ശ്രദ്ധിച്ചു അവൻ്റെ വാക്ക് കേൾക്കണം. അപ്പം ശ്രദ്ധിക്കാതെ അവൻ്റെ വാക്ക് കേൾക്കാൻ പറ്റത്തില്ല. സ്തോത്രം പറഞ്ഞേ. അപ്പം ദൂതൻ മുമ്പിലുണ്ട്. ദൂതനെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ വഴി എങ്ങോട്ടാണെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ദൂതനെ ശ്രദ്ധിക്കണം. സ്തോത്രം പറഞ്ഞേ. ദൂത് ശ്രദ്ധിച്ചാൽ പോരാ, ദൂതനെ ശ്രദ്ധിക്കണം. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ദൂത് ശ്രദ്ധിച്ചാൽ പോരാ, ദൂതനെ ശ്രദ്ധിക്കണം. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ദൂതനെ ശ്രദ്ധിച്ചാൽ ദൂതൻ പറയുന്ന ദൂത് ശ്രദ്ധിക്കും. ഓ സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? 2024 നീ ദൂതനെ ശ്രദ്ധിച്ചോ? ദൂത് ശ്രദ്ധിച്ചിരിക്കുക. നീ ദൂത് ശ്രദ്ധിച്ചോ? ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടി ചില വഴികളെ തുറക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ ചില വഴി തുറക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ അഭിഷേകത്തോടെ പ്രവചിക്കുന്നു. ചില ഫിനാൻഷ്യൽ മേഖലകളെയൊക്കെ ദൈവാത്മാവ് തുറക്കാൻ പോകുക. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ആത്മാവ് ചിലതിനെ തുറക്കുക. മിനിയാൻ്റെയോട് ബന്ധപ്പെട്ട ആത്മാവ് എന്നോട് പറയുന്നു, നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയത്തിൻ്റെ അകത്ത് ദൈവാത്മാവ് ഒരു അത്ഭുതത്തെ ചെയ്യാൻ പോകുക. 2, നിങ്ങളുടെ സാമ്പത്തിക വിഷയത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഒരു അഴിവിനെ ഇന്ന് പകൽക്കാലം അയക്കാൻ പോകുക. ആത്മാവ് എന്നോട് പറയാൻ പറയുന്നു, നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നീ ചോദിച്ച പല വഴികളും അടഞ്ഞു. നീ ചോദിച്ച പല വ്യക്തികളും നോ എന്ന് പറഞ്ഞു. പക്ഷെ നീ ഉയരത്തിലെ ശബ്ദം കേട്ടിറങ്ങിയതാണെങ്കിൽ ആത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കേണ്ടതിന് രൂത്തിനോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതുപോലെ നിനക്ക് വേണ്ടി ചിലതിൻ്റെ അകത്തുനിന്ന് ദൈവം ചില നന്മകളെ ഇട്ടിരിക്കുക. ഞാനിത് പറയുമ്പോൾ ആത്മാവ് പറയുന്നു, കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കോ. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ചിലത് പ്രാപിക്കാൻ പോകുക. ആത്മാവ് പറയുന്നു, കുഞ്ഞിൻ്റെ ഫീസിനോട് ബന്ധപ്പെട്ട് പഠിത്തത്തിനോട് ബന്ധപ്പെട്ട് എല്ലാ ടൈമും ഈ അവളുടെ വിദ്യാഭ്യാസം തീർന്ന് ഇറങ്ങി വരുന്നത് വരെയുള്ള ചെലവുകൾ മുഴുവനും ദൈവം ചെയ്യാൻ പോവുകയാണെന്ന് ആത്മാവ് ഇന്ന് പകൽക്കാലം പ്രവചിക്കുന്നു. ഒരത്ഭുതം ഇന്ന് പകൽക്കാലം ആ കുഞ്ഞിന് വേണ്ടി ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഞാനതിനെ പ്രാർത്ഥിച്ച് തുറക്കുക കേട്ടോ. സ്തോത്രം. 3 ആഴ്ചക്കുള്ളിൽ അതിൻ്റെ ക്രമീകരണങ്ങൾ ദൈവാത്മാവ് ചെയ്യുമെന്ന് ആത്മാവ് പ്രവചിക്കാൻ പറയുന്നു. നിങ്ങൾ വിശ്വസിച്ചോ? അതിനുവേണ്ടി ചില സ്പോൺസർമാരെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കുക. ഇന്ന് പകൽ വിശ്വസിച്ചു സ്വീകരിച്ചോ? പരിശുദ്ധാത്മാവ് അത് ചെയ്യുകയാണ്. രാമേ പറഞ്ഞേ. ഹല്ലേലൂയ. സ്തോത്രം. ആണോ? അവനോട് അവൻ്റെ വാക്ക് കേൾക്കണം. അവനെ ശ്രദ്ധിച്ചാലേ അവൻ്റെ വാക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചർമാർ പറയത്തില്ല, ഇവിടെ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. അവിടെ ശ്രദ്ധിച്ചാലേ ഉള്ളൂ കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ ശ്രദ്ധ എപ്പോഴൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരാത്തത്. സ്തോത്രം. വചനം ഇങ്ങനെ പറയുന്നു, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. സ്തോത്രം. ശ്രദ്ധിക്കാതെയുള്ള പ്രാർത്ഥന ഫലിക്കും, പക്ഷെ വളരെ ഫലിക്കുന്നത് ശ്രദ്ധിച്ചുള്ള പ്രാർത്ഥനയാണ്. സ്തോത്രം. അപ്പം ശ്രദ്ധിച്ചൊന്ന് നോക്കിക്കേ. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാകും? സ്തോത്രം. ഹല്ലേലൂയ. അവൻ നിന്റെ മുമ്പിൽ നടക്കുന്ന വഴിയെ നിനക്ക് മനസ്സിലാകും. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൂതൻ നിങ്ങൾക്ക് മുമ്പിൽ നടക്കുന്ന വഴികളെ തിരിച്ചറിയണം. ഹല്ലേലൂയ. അടുത്ത വാക്ക്, അവൻ്റെ വാക്ക് ശ്രദ്ധിച്ച് അവൻ്റെ വാക്ക് കേൾക്കണം.
അവനോട് വിഘടിക്കരുത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ എന്നോട് പറയുന്നത് പോലെ എന്നോട് കാണിക്കുന്നത് പോലെ അവനോട് കാണിക്കരുത്. സ്തോത്രം. അവനോട് വിഘടിക്കരുത്. സ്തോത്രം. കണ്ടോ? ഹല്ലേലൂയ. അവനോട് വിഘടിക്കരുതെന്ന് പറയാനുള്ള കാര്യം, അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കത്തില്ല. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പം ദൈവത്തോട് അതിക്രമം കാണിച്ചത് കൊണ്ടല്ലേ ദൈവം പറയുന്നത്, എന്നോട് നിങ്ങൾ കാണിച്ചതുപോലെ അവനോട് കാണിക്കല്ല്. അവൻ എന്ത് ചെയ്യും? അവൻ നിങ്ങളോട് ക്ഷമിക്കത്തില്ല. ഹല്ലേലൂയ. അടുത്ത വാക്ക് അവിടെ എഴുതിയിരിക്കുക. സ്തോത്രം. അവൻ അതിക്രമങ്ങളെ ക്ഷമിക്കില്ല, എൻ്റെ നാമം അവനിലുണ്ട്. സ്തോത്രം പറഞ്ഞേ. എന്തുകൊണ്ടാണ് അവൻ ക്ഷമിക്കാൻ പറ്റത്തില്ലാത്തത്? ഹല്ലേലൂയ. എൻ്റെ നാമം ചുമക്കുന്നത് കൊണ്ട് അവൻ നിങ്ങളോട് ക്ഷമിക്കത്തില്ലെന്നാണ് പറഞ്ഞത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാന്ന് പറഞ്ഞാൽ അവൻ്റെ നാമം പരിശുദ്ധമായതുകൊണ്ട്, ഹല്ലേലൂയ, അവൻ ശക്തനായതുകൊണ്ട്, ഹല്ലേലൂയ, എന്നോട് കാണിക്കുന്നത് പോലെ അവനോട് നിങ്ങൾ ചെയ്യരുത്, അവനോട് അതിക്രമം കാണിക്കരുത്. കാര്യം അവൻ എൻ്റെ നാമത്തെ ചുമക്കുന്നവനത്രേ. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ പറയുന്നത്, അവൻ്റെ നാമം, എൻ്റെ നാമം അവനിലുണ്ട്. എന്നാൽ നീ അവൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ കൽപ്പിക്കുന്നൊക്കെയും ചെയ്താൽ. സ്തോത്രം പറഞ്ഞേ. അവിടെ എഴുതിയിരിക്കുക, അവൻ്റെ അവൻ്റെ വാക്ക് കേട്ട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും ചെയ്താൽ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും. അവിടെ പറയുന്ന ഒറ്റ കാര്യമുണ്ട്, അവൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ കൽപ്പിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ വാക്ക് ഞാൻ കൽപ്പിക്കുന്ന വാക്കാ. സ്തോത്രം പറഞ്ഞേ. അപ്പം ദൈവത്തിൻ്റെ വാക്കാണ് ദൂതൻ കൽപ്പിക്കുന്ന വാക്ക്. ദൂതൻ്റെ വാക്ക് കേൾക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ വാക്കാണ്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ അഭിഷേകത്തോടെ പറയാം, കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വാസമുണ്ട്, ദൂതനെ വിശ്വാസം ഇന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്താ കാര്യം എന്നറിയാമോ? സ്തോത്രം. ദൂതനെ നമ്മൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനെ കണ്ടിട്ടുണ്ട്. കർത്താവ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ദൂതനെ അയക്കുമെന്ന വചനം പറഞ്ഞ്, ദൂതന്മാർ നമ്മുടെ സേവകാത്മാക്കൾ അല്ലയോ എന്ന വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങും. അവൻ്റെ വാക്ക് നിങ്ങൾ കേട്ടോ, ദൈവത്തിൻ്റെ വാക്കാണ് ദൂതന്റെ വാക്ക്. ഹല്ലേലൂയ. അവന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് കൽപ്പിക്കുന്നതൊക്കെയും ചെയ്താൽ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും. നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും. സ്തോത്രം പറഞ്ഞേ. പകയ്ക്കുന്നവരെ പകയ്ക്കുന്നു. സ്തോത്രം പറഞ്ഞേ. അപ്പം നിങ്ങളെ ആരെങ്കിലും പകയ്ക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, ദൈവം അവരെ പകയ്ക്കും. സ്തോത്രം പറഞ്ഞേ. നിങ്ങളെ ആരെങ്കിലും ഞെരുക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, ദൈവം അവരെ ഞെരുക്കും. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മനസ്സിലായോ? നിങ്ങൾക്കെതിരെ ആരൊക്കെ അപവാദം പറയുന്നുണ്ടെങ്കിൽ ഓർത്തോണ്, അവർക്കെതിരെ ദൈവം അപവാദം പറയും. സ്തോത്രം. അപവാദം പറയുകയല്ല, ഉള്ള കാര്യം പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അഭിഷേകത്തോടെ പറയട്ടെ, ആത്മാവിൽ അധികാരത്തോടെ പറയുന്നു. നിങ്ങൾക്കെതിരെ പറഞ്ഞില്ലേ, നിങ്ങളുടെ കുടുംബത്തിനെതിരെ പറഞ്ഞില്ലേ, തലമുറയ്ക്കെതിരെ പറഞ്ഞില്ലേ, നിന്റെ ജോലിക്കെതിരെ പറഞ്ഞില്ലേ, നിന്റെ വീടിനെതിരെ പറയുന്നില്ലേ, നിന്റെ ഭർത്താവിനെതിരെ പറഞ്ഞില്ലേ, നിന്റെ മക്കൾക്കെതിരെ പറഞ്ഞില്ലേ, അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയെങ്കിൽ ആത്മാവിൽ അഭിഷേകത്തോടെ പറയുക, ഇന്ന് പകൽക്കാലം നിനക്കെതിരെ, നിന്നെ ഞെരുക്കിയവർക്കെതിരെ, നിനക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയവർക്കെതിരെ, ഇന്ന് പകൽക്കാലം നിന്നെ പകയ്ക്കുന്നവർക്കെതിരെ പകയ്ക്കുന്ന ഒരു ദൈവപ്രവൃത്തി ദൈവാത്മാവ് ചെയ്യാൻ പോകുക. ഒരാമേൻ പറഞ്ഞേ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അഭിഷേകത്തോടെ കൈമാറുന്നു. അതുകൊണ്ട് നിങ്ങൾ ആരോടും ഒരു വിദ്വേഷത്തിനും പോകണ്ട, ദൈവം ചെയ്തോളും. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങൾക്കെതിരെ ആരെങ്കിലും അപവാദം പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ഭാരപ്പെടണ്ട. സ്തോത്രം പറഞ്ഞേ. കൂടിപ്പോയാൽ 3 മാസം കാണും. സ്തോത്രം. അതിനെ ദൈവം നൃത്തം ചെയ്യും. സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അഭിഷേകത്തോടെ പറയുന്നു, ദൈവം ചിലതിനെ നൃത്തം ചെയ്യാൻ പോകുക. നിന്നെ ഞെരുക്കിയ വിഷയങ്ങളെ നോക്കി ആത്മാവ് പറയുന്നു, ഞാനതിനെ ഞെരുക്കും. ഞാനിത് പറയുമ്പോൾ ആത്മാവ് പറയുന്നു, ചില വിഷയങ്ങൾ ഞെരുക്കുകയല്ലേ, ആ വിഷയത്തെ നീ ഞെരുക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവിൽ ഞാൻ അഭിഷേകത്തോടെ പറയുന്നു,
ഇന്ന് പകൽ വലിയ വിടുതലുകൾ ഈ ആലയത്തിൻ്റെ അകത്ത് നടക്കുക. പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. ഹല്ലേലൂയ. ഒരു 7 വർഷത്തോട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളോട് ബന്ധപ്പെട്ട് വലിയ വിടുതലുകൾ ദൈവാത്മാവ് ചെയ്യും. സ്തോത്രം. പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. സ്തോത്രം. ഈ റോസ് കണ്ണാടി വെച്ച് ആൻറ്റിയോട് ബന്ധപ്പെട്ട് ആത്മാവ് പറഞ്ഞു 7 വർഷത്തോട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണെന്ന് ആത്മാവ് പ്രവചിക്കാൻ പറയുന്നു. ഞെരുക്കിക്കൊണ്ടിരിക്കുക, സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല, എന്തു ചെയ്യണമെന്നറിയത്തില്ല, സാമ്പത്തികമായ പ്രതിസന്ധികൾ, നിരാശയോടെ നിൽക്കുന്ന അനുഭവങ്ങൾ, ഒറ്റപ്പെട്ടു പോയതുപോലെ ആയിരിക്കുന്നത്. ആത്മാവ് പറയുന്നു നിന്റെ ജീവിതത്തിൻ്റെ അകത്തൊരു വഴിയെ തുറക്കാൻ ദൈവം ശക്തനെന്ന് ആത്മാവ് തെളിയിക്കാൻ പോകുന്നു എന്ന് ആത്മാവ് ശക്തിയോടെ പ്രവചിക്കുന്നു. 2024 ജൂൺ മാസം ഒരു വലിയ അത്ഭുതം നീ കാണാൻ പോകുന്നു എന്ന് ആത്മാവ് ശക്തിയോടെ ഈ പ്രഭാതത്തിൽ പ്രവചിക്കാൻ പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം പകയ്ക്കുന്നവരുടെ ചില അസ്ത്രങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് തട്ടി മാറ്റിയിട്ട് ഒരു മഹത്വം നിന്റെ മുമ്പിൽ പുറപ്പെടാൻ പോകുന്നു എന്ന് ആത്മാവ് ശക്തിയോടെ പ്രവചിക്കുക. ഇന്ന് പകൽ വിശ്വസിക്കുന്നെങ്കിൽ ഒരു ആമേൻ പറഞ്ഞേ. ആൻറ്റി, നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ചില വഴികളെ തുറക്കാൻ പോകുക. സ്തോത്രം. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? 7 വർഷമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളുമായിട്ട് ഭാരപ്പെട്ട് ഇരിക്കുകയാണോ? 2007 മുതലുള്ള പ്രശ്നങ്ങളാണ്. പ്രാർത്ഥിച്ചോ, വിടുതൽ നടക്കാൻ പോകും. ഒന്ന് മുമ്പിലോട്ട് വരാമോ? ഞാനൊരു ദൂത് നിങ്ങൾക്ക് വേണ്ടി കൈമാറാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ. ഒരു വലിയ ദൈവ സാന്നിധ്യം ദൈവാത്മാവ് കൈമാറുകയാണല്ലോ. ഇന്ന് പകൽക്കാലം ആൻറ്റി പ്രാർത്ഥിച്ചോ. ദൈവം നിങ്ങളെ തൊടുകയ, നിങ്ങളുടെ ജീവിതം മാറാൻ പോകുക, നിങ്ങളുടെ ചിന്തകൾ മാറുന്ന ഒരു ദൈവമഹത്വം. ദൈവാത്മാവിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഈ കുടുംബത്തിന് നേരെ ഒന്ന് കരമൊന്ന് നീട്ടിപ്പിടിച്ചോ. സഭയിലെ എല്ലാ കുടുംബങ്ങളും ഈ കുടുംബത്തിന് നേരെ ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചോട്ടെ. ഈ ആൻറ്റിക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ചില വഴികളെ തുറക്കേണ്ടതിന്. ഞാനിത് പറയുമ്പോൾ ആത്മാവ് എന്നെ കാണിക്കും. ഒരുപാട് ഭാരത്തോടെയാണ് നിങ്ങൾ ഇവിടെ വന്നത്. ഇനി മറ്റൊരു വഴിയുമില്ല. നിങ്ങൾ പോകേണ്ട പല സ്ഥലങ്ങളിലും നിങ്ങൾ പല ദൈവ ശബ്ദങ്ങൾക്ക് വേണ്ടി പല സ്ഥലങ്ങളിലോടി. പക്ഷേ അവിടെ നിന്നൊന്നും നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ദൈവശബ്ദം നിങ്ങൾക്ക് ലഭിച്ചില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം ആത്മാവ് അറിയാം, നിന്റെ മുമ്പിൽ പ്രതികൂലമല്ല, നിന്റെ മുമ്പിൽ ദൂതനുണ്ട്. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്ത് ഭയങ്കര സൗഖ്യം നടക്കും. ആത്മാവിൻ്റെ വലിയ ശക്തി ദൈവാത്മാവ് പകരുകയാണല്ലോ. എല്ലാവരും പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ, ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഭയങ്കര സൗഖ്യങ്ങൾ നടക്കുന്നു. ഈ മുട്ടിന് വേദന ദൈവാത്മാവ് സൗഖ്യമാക്കും. 2 നടുവിന് ഹിപ്പിനോട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള രോഗങ്ങൾ സൗഖ്യമാകും. 2 ചില സാമ്പത്തിക വിഷയത്തിൻ്റെ അകത്ത് കുരുക്കിയിട്ടിരിക്കുന്ന കെട്ടുകളെ ദൈവാത്മാവ് അഴിക്കുക. കൂടെ നിന്നും എല്ലാ കാര്യങ്ങളും അറിയാവുന്നവര് ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും നീ വിചാരിച്ചതല്ല. പക്ഷെ കൂടെ നിന്നവരും ചേർത്ത് പിടിച്ചവരും അവസാനം എല്ലാം അറിഞ്ഞിട്ട് ചിലതുമായിട്ടൊക്കെ മാറി നിൽക്കുക. ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുന്നു, നിന്റെ വീടിൻ്റെ അകത്തൊരു മഹത്വം വെളിപ്പെടാൻ പോവുക. നഷ്ടപ്പെട്ടതിനെ എല്ലാം ദൈവം മടക്കി തരും. ഞാനിത് പറയുമ്പം വീടിൻ്റെ അകത്തൊരു ഭയങ്കര സ്വസ്ഥത ദൈവാത്മാവ് വെളിപ്പെടുത്തുക. ഇന്ന് പകൽ മനസ്സിൻ്റെ അകത്തെ എല്ലാ വേദനകളെയും
ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുന്ന ഒരു വലിയ മഹത്വം ഈ ആലയത്തിൻ്റെ അകത്ത് ദൈവാത്മാവ് പകരുകയാണ്. സ്വസ്ഥമാകട്ടെ. ആമേൻ. ഇന്ന് പകലിൽ ഒരു വിടുതൽ നടക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിച്ചോ? നിങ്ങൾ വിശ്വസിച്ചോ? ദൈവം നിങ്ങളെ കണ്ടിരിക്കുക, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുക. ദൈവത്തിൻ്റെ നാമത്തിലാണ് നിങ്ങളെ ആശ്രയം മൊത്തം. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, പിടിച്ചു വെച്ചതൊക്കെ മടക്കി തരും. നിന്നെ കുടുംബത്തിൻ്റെ അകത്ത് കയറ്റത്തില്ലെന്നും കുടുംബത്തിൻ്റെ അകത്തും നീ സ്വസ്ഥമാകത്തില്ലെന്നും പറഞ്ഞ് കെട്ടിയ കെട്ടുകളെ ദൈവാത്മാവ് ഈ പകൽക്കാലമായി അഴിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് അഭിഷേകത്തോടെ പ്രവചിക്കാൻ പറയുന്നു. ആ വിചാരം കൊണ്ട് കെട്ടിയ ചില കെട്ടുകളെ നിന്റെ വീടിൻ്റെ അകത്ത് നിന്ന് അഴിച്ചിട്ട് ഒരു വലിയ സ്വസ്ഥത നിന്റെ തലമുറകളുടെ മേൽ ദൈവാത്മാവ് വെളിപ്പെടുത്താൻ പോകുക. ഞാനിത് പറയുമ്പോൾ നീയും നിന്റെ മക്കളും സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വലിയ മഹത്വത്തിൻ്റെ പ്രദർശനശാലയായി നിന്റെ വീട് മാറാൻ പോകുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാനിത് പറയുമ്പോൾ തന്നെ കേട്ടഴിയുക. അഭിഷേകത്തോടെ എല്ലാവരും പ്രാർത്ഥിച്ച് ഈ വീടിൻ്റെ അകത്തൊരു മഹത്വം ഇറങ്ങുക. ഇവിടെ തലമുറകളുടെ മേൽ ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കുക. അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ മേൽ ദൈവമഹത്വം ജ്വലിക്കുക. അവരുടെ വാഗ്ദത്തങ്ങളൊക്കെ ജ്വലിക്കുക. ദൂതൻ ഇറങ്ങുകയാ. ഞാൻ അഭിഷേകത്തോടെ പറയുന്നു, നിന്റെ മുമ്പിൽ പ്രതികൂലങ്ങളൊക്കെ വഴിമാറുക. എരിഹോ മതിൽ പോലെ നിൽക്കുന്ന ചില പ്രതികൂലങ്ങൾ, അവൻ വഴി എന്തെന്നും വാഗ്ദത്തം എന്തെന്നും കാണാൻ കഴിയാതെ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് പോലെ നിൽക്കുന്ന ചില വൻമതിലുകളെ ഇന്ന് പകൽ ആത്മാവ് അഴിക്കുക. അത് തകരട്ടെ. ഞാൻ പ്രാർത്ഥിച്ചു, ഈ മകൾക്ക് വേണ്ടി ഒരു ഡെലിവറൻസിനെ ഡിക്ലെയർ ചെയ്യുന്നു. നിന്റെ കയ്യിൽ പണമില്ല, പക്ഷെ നിന്റെ മേൽ അഭിഷേകമുണ്ട്. നിനക്ക് പറയാനും നിനക്ക് വേണ്ടി ജാമ്യം നിൽക്കാനും ആരുമില്ല. പക്ഷേ ഉന്നതന് മീതെ ഒരു ഉന്നതൻ, അവന് മീതെ അത്യുന്നതൻ ജാഗരിക്കുന്നു എന്ന് വചനം പറയുന്നത് പോലെ നിനക്ക് വേണ്ടി ജാഗരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ആ ദൈവം നിന്റെ കണ്ണുനീര് തുടക്കുക. ഫ്രീ ആകട്ടെ. ഇന്ന് പകൽ ഞാനിത് പറയുമ്പോൾ നിന്റെ മകളുടെ മേലൊരു ഭയങ്കര വിടുതൽ നടക്കാൻ പോകുക. മൂത്ത മകളുടെ മേൽ ഒരു ഭയങ്കര ദൈവശക്തി ഈ പകൽക്കാലം ഇറങ്ങും. അവളെ ഡിപ്രഷൻ പോലെ കെട്ടിയിട്ടിരിക്കുന്ന ചില കുരുക്കുകൾ അഴിയുക. ഒരു വലിയ ദൈവശക്തി ദൈവാത്മാവ് ആ കുഞ്ഞിൻ്റെ മേൽ പകരുകയാ. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, അവളെ ദൈവത്തിൻ്റെ ആത്മാവ് അവളുടെ വിദ്യാഭ്യാസത്തെ പൂർത്തീകരിച്ചിട്ട് പരിശുദ്ധാത്മാവ് അവരെ
ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ ഉപരിപഠനത്തിനായി അയക്കുന്നത് എന്നെ ദൈവാത്മാവ് കാണിക്കുന്നു. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണെന്ന്, കടൽ കടന്ന് രാജ്യങ്ങളുടെ നന്മ അനുഭവിക്കാൻ ആ മൂത്ത തലമുറയിലൂടെ ഒരു വലിയ ദൈവമഹത്വം നിന്റെ വീടിൻ്റെ അകത്ത് ഞാൻ തുറക്കുന്നു എന്ന് ആത്മാവ് ശക്തിയോടെ പ്രവചിക്കാൻ പറയുന്നു. അടുത്ത തിങ്കളാഴ്ച നിന്റെ വീടിൻ്റെ അകത്ത് ഒരു വലിയ ദൈവശബ്ദം നീ കേൾക്കും. അടുത്ത തിങ്കളാഴ്ച, നാളെയല്ല, അടുത്ത തിങ്കളാഴ്ച പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. നിന്റെ തലമുറ നിന്റെ വീട്ടിൽ വരും. ആ 2 ദിവസം ശക്തമേറിയ പ്രാർത്ഥനകളും ആരാധനകളുമായി നിന്റെ വീടിൻ്റെ അകത്ത് നീ കഴിച്ചോണം. 3-ാം ദിവസം ഒരു ഉയർപ്പിൻ്റെ ശക്തി ആ കുഞ്ഞിൻ്റെ മേൽ ചലിക്കും. പരിശുദ്ധാത്മാവ് പറയുന്നു, അവളെ ഞാൻ അഭിഷേകത്തോടെ അയക്കുമെന്ന് ആത്മാവ് ശക്തിയോടെ പ്രവചിക്കുന്നു. ഈ മോൾക്ക് എന്തെങ്കിലും ഡിപ്രഷൻ പോലത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? എത്ര നാളായിട്ടുണ്ട് അങ്ങനെ പ്രശ്നമുണ്ട്? ഉണ്ട്. ആമേൻ. ആ കുഞ്ഞിന്റെ മേലെ ഒരു ഭയങ്കര സൗഖ്യം നടക്കുക. ഇന്ന് പകല് ആൻറ്റി വിശ്വസിച്ചോ, നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ പോവുക. ദൈവമാണ് ഇറങ്ങുന്നതെന്നും ദൈവമാണ് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നതെന്നും അറിയുന്ന നിലവാരത്തിൽ ഞാൻ സ്വസ്ഥത നൽകും. എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും. ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. കെട്ടുകളെല്ലാം അഴിയട്ടെ കർത്താവേ. ബന്ധനങ്ങളിൽ നിന്നെല്ലാം ഫ്രീ ആകട്ടെ. മനസ്സ് തുറന്ന് സന്തോഷിക്കട്ടെ. ആത്മാവി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു, ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പോയിരുന്നാട്ടെ. റീമ ശന്തന രഹസ്യാന്തന എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ലീബ ശന്തന രഹസ്യ തുനി മിനി റീബ ശന്തന രഹസ്യ തുനി മിനി ശബാരബസിയാന്തനെ മി റീകബാഷിയാന്തനെ മിനി അധുന മലസിയാന്തന വല്ലവ ശന്തിനി ലിബിനി അന്തന റേക്കട്ടലാറിമേസി. എല്ലാ കണ്ണുകളും അടച്ച് ഹൃദയം തുറന്ന് അഭിഷേകത്തോടെ കർത്താവിൽ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. രാമാന ബാല ശന്ദന രാമാന ധിനിബിനി അധുന രാമന ഘടകദിനി റീബ ശന്ദന രഹസ്യാന്തന മാഷിയൽ ബാരഗസ്യാന്തനെ മിനി റീബ ശന്ദന റബിനി അന്തന രവസ്യാന്തന ലബൂഷിയൽ ബാര. ഹല്ലേലൂയ. ഞാൻ അഭിഷേകത്തോടെ ഇങ്ങനെ കൈമാറുന്നു. ദൂതൻ മുമ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ കണ്ണുകളും അടച്ച് എല്ലാവരും സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ഞാനൊരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.